ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അപ്പം ലൈക്ക് അടിച്ചിട്ട് ഒരു ഹൈപ്പും കൂടെ ചെയ്തിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ ആ സത്യം തിരിച്ചറിഞ്ഞ് നമ്മുടെ നവ്യ എന്തായിരിക്കും ഇനി ചെയ്യുക? അഭിയെ അടിച്ച് പുറത്താക്കുവോ, അതോ അഭിയെ ഡിവോഴ്സ് ചെയ്യുവോ, അതോ ഇനി നമ്മുടെ അഭിയെ കെട്ടിത്തൂക്കുവോ എന്നൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ. ഏതായാലും വിശേഷത്തിലേക്ക് കടക്കാം, ഞാൻ ബോറടിപ്പിക്കുന്നില്ല. അങ്ങനെ നമ്മുടെ സത്യം അറിഞ്ഞ നവ്യ അനന്തപുരി തറവാട്ടിലേക്ക് എത്തുകയാണ്. ഇങ്ങനെ എന്താ പറയാ, ചങ്കിൽ ഇങ്ങനെ കനലുമായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അതിലും വലിയ പേടിയാണ് നമ്മുടെ അഭിക്കും ജലജയ്ക്കും. ജലജ പറഞ്ഞു, എടാ നീ ഒരു കാര്യം ചെയ്യ, നീ ഇവിടുന്ന് മാറി നിന്നോ, അതായിരിക്കും നിനക്ക് നല്ലത്. മിക്കവാറും അവള് വന്നു കഴിഞ്ഞിട്ട് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നിനക്ക് അറിയാമോ? വല്ല കടുങ്കയും ചെയ്താൽ എന്ത് ചെയ്യുന്നു പറയുമ്പം അമ്മയ്ക്ക് അവളുടെ സ്വഭാവം അറിയത്തില്ലാഞ്ഞിട്ടാണോ? അവള് കടുങ്കൈ ചെയ്യാനോ? അവൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യാനൊന്നും പോകുന്നില്ല. കാരണം അവക്ക് ജീവിക്കാൻ ഒത്തിരി കൊതിയുള്ള ഒരുത്തിയ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് വേറൊന്നുമല്ല, അവള് മിക്കവാറും വാശിക്ക് നമ്മളിവിടെ നിന്ന് അടിച്ചിറക്കാൻ ചാൻസ് ഉണ്ടെന്ന്. അപ്പം ചിലത് പറഞ്ഞു, അത് ശരിയാ, നമ്മളിവിടെ നിന്ന് അടിച്ചിറക്കാൻ ചാൻസ് ഉണ്ട്. നിന്റെ കൂടെ നിന്നിപ്പോ ഞാനും കൂടെ അനുഭവിക്കേണ്ടി വരികയാണല്ലോ എന്റെ പൊന്നു മോനെ. നിനക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, നീ ചെയ്ത ചെറ്റത്തരമല്ലായിരുന്നോ? നീ ചെയ്തത് ശരിയാണോ? ഒരു പെണ്ണിനെയും പ്രഗ്നന്റ് ആക്കി അവളുടെ കൊച്ചിനെയും അറിയാതെ ഇത്ര നാൾ വളർത്തിയിട്ട് ഭാര്യ അത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതൊക്കെ ആരെങ്കിലും കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ നിനക്ക് അറിയത്തില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോ എന്ത് ചെയ്യാനമ്മേ, കഴിഞ്ഞു പോയ കാര്യമല്ലേ, പറ്റിപ്പോയില്ല, ഇനി പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? പറ്റിപ്പോയെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അവളിപ്പം വരും കൊടുവാളുമായിട്ട്. അവള് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഈ വീട്ടിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല. ഭദ്രകാളി പോലും തോറ്റു പോകുന്ന ആ ഒരു മുഖമായിട്ടായിരിക്കും അവൾ ഇങ്ങോട്ടേക്ക് കയറി വരാൻ പോകുന്നത്. നവ്യയുടെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. നീ അകത്തിരിക്കുന്ന ആ ബ്ലേഡും കത്തിയും കോടാലിയും വാക്കത്തിയൊക്കെ എടുത്ത് മാറ്റി വെച്ചോ. ചിലപ്പോ അവള് നിന്നെ ആയിരിക്കും വെട്ടിക്കൊല്ലാൻ പോകുന്നത്. അവള് ചിലപ്പോ സ്വയം ചാവത്തില്ല, കാരണം അവൾക്ക് അങ്ങനെ ഒരു മനസ്സില്ല. സത്യം അറിഞ്ഞില്ലേ, ചിലപ്പോ നിന്നെ വെട്ടിക്കൊല്ലും. ആ കനകദുർഗക്കൊക്കെ എന്താ തോന്നിയിട്ടാണോ ഇതൊക്കെ വിളിച്ചു പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് രണ്ടു കൂടി ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കാം. ഇതേ സമയം നമ്മുടെ മുത്തശ്ശനും അതുപോലെ ദേവയാനിയും കൂടെ സംസാരിക്കുന്ന കാണിക്കുന്നുണ്ട്. അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട്, പറഞ്ഞത് നന്നായി പോയി, പറഞ്ഞെങ്കിൽ ഇനിയിപ്പോ എന്ത് ചെയ്യാനാണ്? എന്നെങ്കിലും ഒരു ദിവസം നവ്യ അറിയാനുള്ള സത്യമാണല്ലോ ഇപ്പം കനക പറഞ്ഞിരിക്കുന്നത്. അതിനിപ്പോ ഒന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞപ്പോ, അല്ലച്ചാ എനിക്ക് സത്യത്തിൽ പേടിയാവുന്നുണ്ട് നവ്യയുടെ കാര്യം ഓർത്തിട്ട്. അവളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് ഓർത്ത് നോക്കിയ ഭർത്താവിന് വേറൊരു കുട്ടിയും ഭാര്യയും ഒക്കെ ഉണ്ടെന്ന് അറിയുമ്പോൾ ഒരു പെണ്ണിന് അത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. പ്രത്യേകിച്ച് നവ്യ അത് സഹിക്കില്ല. അവൾ എടുക്കുന്ന തീരുമാനം ഒരിക്കലും നമ്മൾ ആരും വിചാരിക്കാത്ത ഒരു തീരുമാനമായിരിക്കും. നയനയെ പോലെയോ അതുപോലെ നന്ദുവിനെ പോലെയോ ഒന്നും അല്ല. ഇവള് പ്രത്യേക സ്വഭാവമുള്ള ഒരു പെണ്ണാന്ന് പറഞ്ഞപ്പം അതിനിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏതായാലും അറിഞ്ഞു, നടക്കേണ്ടത് നടക്കും. നടക്കേണ്ടത് ഓർത്തിട്ട് ഇനി വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഏതായാലും അഭിക്കൊക്കെ കിട്ടാനുള്ളത് നല്ലതുപോലെ കിട്ടും. നവ്യയുടെ സ്വഭാവം എനിക്കും അറിയാം, നിനക്ക് മാത്രമല്ല ദേവയാനി എനിക്ക് നന്നായിട്ട് അറിയാം. അവള് ചിലപ്പോ ഉറച്ച് എന്തെങ്കിലും തീരുമാനം എടുക്കുമായിരിക്കും. അതുമായിട്ട് മുന്നോട്ടേക്ക് പോട്ടെ, അല്ലാതെ പിന്നെ എന്താ ചെയ്യാനാ? അവൾക്കും കുറച്ച് അഹങ്കാരമൊക്കെ ഉണ്ടല്ലോ. AM ജ്വല്ലറിയുടെ പൊക്കത്ത് കയറി ഇരിക്കല്ലായിരുന്നോ? AM ജ്വല്ലറിയുടെ പൊക്കത്ത് കയറി ഇരുന്ന് ഇപ്പൊ എന്തേ താഴെ വന്ന് കിടക്കുന്നു. അതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഏതായാലും എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. എനിക്കിത് ഓർത്തിട്ട് ടെൻഷൻ അടിക്കാൻ വയ്യ. എന്തിനാണ് വെറുതെ നമ്മൾ ഇത് ഓർത്തിട്ട് ടെൻഷൻ അടിക്കുന്നത്? അഭിക്ക് കിട്ടാനുള്ളത് അഭിക്ക് കിട്ടുന്നു. അല്ല അച്ഛ, അവള് വല്ല കടുങ്കയും ചെയ്യുമോ എന്ന എന്റെ പേടി എന്ന് പറഞ്ഞപ്പോ, അവളൊന്നും ചെയ്യാൻ പോകുന്നൊന്നുമില്ല. അവള് കടുങ്കയൊന്നും ചെയ്യത്തില്ല. അവളുടെ സ്വഭാവം നമുക്കറിയാലോ. മനസ്സിന് അത്യാവശ്യം ബലമുള്ള പെൺകൊച്ച് തന്നെയാ, പെണ്ണ് തന്നെയാ. അവളൊന്നും ചെയ്യാൻ പോകുന്നില്ലെന്ന് മുത്തശ്ശന്. ഏതായാലും ദേവയാനിക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ടേ ഉള്ളിന്റെ ഉള്ളിലെ. ഇനി എന്താ സംഭവിക്കാന്ന് അറിയത്തില്ലല്ലോ. കാരണം ഒരു ജീവിതം പോകുന്ന കേസല്ലേ. നമ്മുടെ അഭിക്കാണെങ്കിലും ഒരു ജീവിതം, അഭിയുടെ ജീവിതവും കൂടെ പോകുന്ന കേസാണ്. പിന്നെ അഭിയുടെ ജീവിതം നോക്കിയിട്ട് കാര്യമില്ല, ദേവയാനി ഒന്നും അത് നോക്കാറുമില്ല. ഏതായാലും ഇതേ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ആദർശും അതുപോലെ ആദർശല്ല സോറി നയനയും കനകയും സംസാരിക്കുകയാണ്. അപ്പം നയന പറയുന്നുണ്ട്, അമ്മ എന്തിനാ അമ്മ ഇത് പറഞ്ഞത്? പറയേണ്ട ആവശ്യമില്ലായിരുന്നു. ഇത് പറഞ്ഞത് കൊണ്ട് ഇനിയിപ്പോ എന്ത് വിഷയമാ അനന്തപുരി തറവാട്ടിൽ നടക്കാൻ പോകുന്നതെന്ന് എനിക്ക് അറിയില്ല. അതുപോലെ എന്തെങ്കിലും പ്രശ്നം ആയിട്ടുണ്ട് എന്ത് ചെയ്യും? ചേച്ചിയുടെ സ്വഭാവം അറിയത്തില്ലേ? വെട്ടൊന്ന് തുണ്ടൻ രണ്ട് എന്ന സ്വഭാവമാ ചേച്ചി, വേറെ ഒന്നും നോക്കത്തൊന്നും ഇല്ലെന്ന് പറഞ്ഞപ്പം, അന്നും വെച്ച് അവളുടെ അഹങ്കാരത്തിന് ഞാൻ കൂട്ടു നിൽക്കണോ? ഇനിയും ആ അഭിയുടെ അഹങ്കാരത്തിന് ഞാൻ കൂട്ടു നിൽക്കണോ? അവന് AM ജ്വല്ലറി പോയി മാനേജറിന്റെ സീറ്റിലിരുന്ന് അവൻ ഞെളിഞ്ഞു കുത്തിയിരിക്കുന്ന ഞാൻ കാണണോ? എനിക്കതൊന്നും കാണാൻ പറ്റത്തില്ല. അഹങ്കാരം തലയ്ക്ക് പിടിച്ച് നടക്കുന്നവളുടെ അഹങ്കാരം കുറയട്ടെ. അവളുടെ ഭർത്താവ് എന്തോ നല്ല കാര്യം ചെയ്തു, അവളുടെ ഭർത്താവ് ഇപ്പൊ നല്ലതാണെന്ന് പറഞ്ഞല്ലേ അവള് നടക്കുന്നത്. എടി, അതൊന്നും സത്യമല്ലല്ലോ. നമ്മൾ സത്യമാണല്ലോ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. അല്ലമ്മ, അതിപ്പോ പറയണ്ടായിരുന്നു, ഞാനത് പറയാൻ സമ്മതിക്കത്തില്ലായിരുന്നു അമ്മയോട്. അമ്മ എന്തിനാ എടുത്തു ചാടി നവ്യേച്ചീനെ വിളിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞത്? എനിക്കാണെ ആകെപ്പാടെ വിറ കയറുകയാണ്.
ഇനിയിപ്പോ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. ചിലപ്പോ അഭീനെ ഉണ്ടല്ലോ നവ്യജി കൊന്നുകളയും, അഭീനെ വെട്ടിക്കൊല്ലും, തുണ്ടം തുണ്ടും ആകുന്ന, അതും പ്രശ്നമാകുന്നത് നമുക്ക് തന്നെയല്ലേ, നമുക്ക് നമ്മുടെ ചേച്ചീനെയല്ലേ നഷ്ടമാകുന്നത്. അമ്മ എന്താ അത് വിചാരിക്കാത്തത്? ഞാനപ്പോ ഒന്നും വിചാരിച്ചില്ല. എനിക്കപ്പം മനസ്സിൽ ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഈ സത്യം എത്ര നാള് മൂടി വെക്കും. എന്നും ആദർശനെ കുറ്റം പറഞ്ഞ് നിന്നെയും കുറ്റം പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ അവള് നാട് നീളെ. ഇനി ആ കുറ്റം പറച്ചിൽ കൂടണോ? അതൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. മനഃപൂർവ്വം തന്നെ ഞാൻ ഫോൺ എടുക്കാതിരുന്നത്. സത്യമായിരിക്കും, അമ്മ ഫോൺ എടുക്കായിരുന്നെങ്കിൽ ഞാനത് പറയിപ്പിക്കത്തില്ലായിരുന്നു പറഞ്ഞപ്പോ അതാ പറഞ്ഞത് മനഃപൂർവ്വം ഫോൺ എടുക്കാത്തതെന്ന്. ഫോൺ എടുക്കാത്തത് ഭാഗ്യമായി പോയി. ഇല്ലായിരുന്നെങ്കിൽ നീ ഓരോന്ന് പറയും, ഞാൻ പിന്നെ ചിലപ്പോൾ പറയാതെ ഇരിക്കും. ഏതായാലും നന്നായി മോളെ പറഞ്ഞത്, അത് തന്നെയാ. സമയമായി, എല്ലാത്തിനും സമയമായി. അതുകൊണ്ട് മാത്രം, അങ്ങനെ മാത്രം കരുതിയാൽ മതി. ഇപ്പൊ നീ ഇതോർത്തൊന്നും ടെൻഷൻ അടിക്കുകയല്ല ചെയ്യേണ്ടത് നയനെ. നിന്റെ അവസ്ഥ നിനക്കറിയാലോ, നീ പ്രഗ്നന്റ് ആണ്. ഈ സമയത്ത് മനസ്സിന് ബുദ്ധിമുട്ടൊന്നും തട്ടാതെ നീ നല്ല ആഹാരമൊക്കെ കഴിച്ച് ഏതെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ഇരിക്കേണ്ട സമയം. അപ്പൊ നീ ഇങ്ങനെ ഓടി നടന്ന് ചാടിപ്പടച്ച് ഓടി നടന്ന് എങ്ങനെയാ ശരിയാവുന്നത്? നീ ഒരു കാര്യം ചെയ്യണം, നീ ഇതൊന്നും ഓർത്ത് ടെൻഷൻ ഒന്നും അടിക്കണ്ട. ബാക്കി കാര്യം എന്ത് വന്നാലും ഞാൻ ഏറ്റു. മിക്കവാറും ചിലപ്പം അഭിനെ അവൾ ഉപേക്ഷിക്കുമായിരിക്കും. ഉപേക്ഷിച്ച് അവൾ വീട്ടിൽ വരട്ടെ, വീട്ടിൽ നിൽക്കട്ടെ, ഞാൻ അവളെ നോക്കിക്കോളാം. നീ വിഷമിക്കൊന്നും വേണ്ട. ഇതുപോലെ ഒരു ഭർത്താവ് ഉള്ളതിലും ഭേദമില്ലാത്തതല്ലേ നയനെ നല്ലത്. എന്തിനാ അവളുടെ ജീവിതം കളയുന്ന? ഒരു കുഞ്ഞുണ്ടായി പോയി എന്ന് വെച്ചിട്ട് ജീവിതം കളയേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോഴത്തേക്കും നയന പറയുന്നുണ്ട്, എങ്കിലും അമ്മ എനിക്കത് കേട്ടിട്ട് എന്തോ പോലെ തോന്നുന്നു. എനിക്ക് എന്താ പറയാ, എനിക്കങ്ങ് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നില്ല. ചേച്ചിയുടെ ആ മാനസികാവസ്ഥ എന്തായിരിക്കുമോ? എനിക്കാണെങ്കിൽ ഇപ്പൊ അനന്തപുരി തറവാട്ടിലേക്ക് പോകാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ. ഇനിയിപ്പം അമ്മേനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കണം. ചേച്ചി എന്തെങ്കിലും ചെയ്യുവോ? അവളൊന്നും ചെയ്യത്തില്ല. അവൾ എന്റെ മോളല്ലേ, അവളെ എനിക്കറിയത്തില്ലേ? അവളൊന്നും ചെയ്യാൻ പോകുന്നില്ല. അവൾ എന്ത് ചെയ്യാനാണ്? കൂടി പോയിട്ടുണ്ട്, അഭിനെ വെട്ടിക്കൊല്ലും. കൊല്ലട്ടെ അവനെ അങ്ങോട്ട്, ഇവനൊക്കെ ഇന്നത്തിനെ ജീവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നമ്മുടെ കനക ഇങ്ങനെ ഓരോന്ന് പറയാണ്. ഈ സമയത്ത് നമ്മുടെ നവ്യ അങ്ങോട്ടേക്ക് ചെന്നു പേടിച്ചു വിറച്ചിരിക്കുന്ന അഭിയുടെ അടുത്തേക്ക് ചെല്ലാണ്. അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക്, നവ്യെ നീ ഇത് എവിടെ പോയതായിരുന്നു? ഞാൻ എവിടെ പോയതാണെന്ന് നിനക്ക് അറിയണോടാ ഇപ്പം? ഞാൻ എന്തറിഞ്ഞിട്ട് വന്നതെന്ന് നിനക്ക് അറിയണോടാ ഇപ്പം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പം പറഞ്ഞു, അല്ല നവ്യ, നിനക്ക് എന്താ പറ്റിയത്? നിന്റെ മുഖത്തിനൊക്കെ ആകപ്പാടൊരു മാറ്റം ഉണ്ടല്ലോ. ആരെങ്കിലും നിന്നോട് എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞോ? കള്ളത്തരം ആരാ പറഞ്ഞത് ചെയ്തതെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ മുമ്പിൽ വന്നു പോകരുത്, മാറിപ്പൊക്കോന്ന് പറഞ്ഞു ദേഷ്യം വന്നിട്ട് നവ്യ വേറൊന്നും പറയുന്നില്ല. പറഞ്ഞ കാര്യമൊന്നും സംസാരിക്കുന്നില്ല നവ്യ. അതായത് നമ്മുടെ കനകദുർഗ പറഞ്ഞൊന്നും സംസാരിക്കുന്നില്ല നവ്യ അവിടെ നിന്ന് കാലി വന്നിട്ട് നേരെ കയറി അങ്ങ് പോവാണ്. അപ്പോഴത്തേക്കും തന്നെ ആകെപ്പാടെ പേടിച്ചു. ജലജ പറഞ്ഞു, എന്തോ ഉണ്ട്, ഇവൾ അറിഞ്ഞിട്ടുണ്ട്, സത്യങ്ങളൊക്കെ അറിഞ്ഞത് തന്നെയാണ്. ഇവൾ എന്താ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞതെന്ന് അറിയത്തില്ലല്ലോ. സാധാരണ അവള് കേട്ട പാതി കേൾക്കാത്ത പാതി കോടാലി എടുത്ത് നിന്നെ വെട്ടിക്കീറാൻ വരുന്നതല്ലേ. പക്ഷെ എന്തായിരിക്കും അവൾ ഇങ്ങനെ പറഞ്ഞു? അവളുടെ മനസ്സിൽ എന്തായിരിക്കും ഉദ്ദേശം? അവൾ വിശ്വസിച്ച് കാണും ഇതൊക്കെ? അവളുടെ സ്വഭാവവും സംസാരവും ഒക്കെ കേട്ടിട്ട്, ഭാവമൊക്കെ കണ്ടിട്ട് വിശ്വസിച്ചെന്ന അച്ഛന്നല്ല സോറി അമ്മയെ തോന്നുന്നത്. വിശ്വസിച്ച് കാണാൻ ചാൻസ് കൂടുതൽ. ഇനിയിപ്പോ എന്താ ചെയ്യുന്നത് പറഞ്ഞപ്പോഴത്തേക്ക്, എടാ നീ ഞാൻ പറഞ്ഞ പോലെ കോടാലിയും വാക്കത്തിയും ബ്ലേഡും സൂചിയും കത്തിയൊക്കെ അവിടെ നിന്ന് മാറ്റി വെച്ചോന്ന് ചോദിച്ചപ്പോ, അതൊക്കെ ഞാൻ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അല്ല ഇനിയിപ്പോ അവള് വല്ല കടുങ്കയും ചെയ്താൽ തൂങ്ങാൻ പോകുന്നത് നമ്മളായിരിക്കും. അറിയാലോ, എന്റെ ഈശ്വര ആകെപ്പാടെ പേടിയാകുക. നീ ഓരോന്ന് വരുത്തി വെച്ച് മനുഷ്യന് ഇപ്പൊ സമാധാനവും ഇല്ല, സ്വസ്ഥതയും ഇല്ല. എന്തൊരു കഷ്ടമായത്. ആ കനകദുർഗനെ കണ്ടാൽ ഞാൻ വെട്ടിക്കീറും. അവക്ക് പറയാൻ കണ്ട സമയം നേരം. ഇനിയിപ്പൊ എന്തൊക്കെ നടക്കും? അനന്തപുരി തറവാട്ടിൽ നിന്ന് വെളിയിൽ പോകേണ്ടി വരും. നവ്യ വേണ്ടെന്ന് പറഞ്ഞ പിന്നെ ഒരു നിമിഷം നമ്മളിവിടെ നിന്റെ മുത്തശ്ശൻ നിർത്താൻ പോകുന്നില്ല. നമ്മൾ ഇവിടുന്ന് ഇറങ്ങേണ്ട വരും. പിന്നെ അവിടെ അംഗമായി ഇവിടെ അംഗമാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമുക്ക് ഒരു സ്വത്തും ഒരു കോപ്പും കിട്ടാൻ പോകുന്നില്ല. നീ എങ്ങനെയെങ്കിലും അവളെ ചെന്ന് സമാധാനിപ്പിക്കാൻ നോക്ക്. വേണ്ടമ്മേ, ഇപ്പൊ അവളുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ എന്താ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പം, പിന്നെ എന്താണ് ഇതിനൊരു പോംവഴി? എന്ത് പോംവഴി എനിക്കറിയത്തില്ല. ഏതായാലും അവളുടെ മനസ്സിൽ എന്താണെന്ന് അറിയില്ലല്ലോ. അവളോട് എന്താ ഇനിയിപ്പോ വിശ്വസിച്ചൊന്നും പറയാൻ പറ്റത്തില്ലോ എന്ന് പറഞ്ഞപ്പോ, എനിക്കറിയത്തില്ല, നീ എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചോ, നീ എന്താന്ന് വെച്ചാൽ ചെയ്യ്. മനുഷ്യനെ വട്ടുപിടിപ്പിക്കാനായിട്ട് ഓരോന്ന് കേസ് പിടിച്ചോണ്ട് വരും എന്നൊക്കെ പറഞ്ഞിങ്ങനെ കനകദുർഗ. ഈ സമയം നമ്മുടെ നവ്യനെ കാണിക്കാം. നവ്യാണെങ്കിൽ ബാക്കിലേക്ക് ചിന്തിക്കുക പല പല കാര്യങ്ങൾ. ദേവയാനി ഓരോ പ്രാവശ്യവും ഭീഷണിപ്പെടുത്തുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ നവ്യ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം കൂടെ ചിന്തിച്ചു കഴിഞ്ഞപ്പോ നവ്യക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. നവ്യ പിന്നെ ചിന്തിക്കുന്നത്, നമ്മുടെ ദേവയാനി ഒരു ദിവസം പറഞ്ഞായിരുന്നു, ദേവയാനിയാണോ? ദേവയാനിയല്ല, നവ്യ തന്നെ ഒരു ദിവസം ചോദിച്ചല്ലോ, നീ എന്തിനാണ് ഇത്ര പേടിക്കുന്നത് ചന്തുമോളെ കാണുമ്പോഴത്തേക്കും? അല്ല നീയാണോ ഇനി ചന്തുമോളുടെ അച്ഛൻ എന്നൊക്കെ ചോദിച്ച ഒരു ഡേ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതൊക്കെ ഇങ്ങനെ ചിന്തിച്ചെടുക്കാണ്. അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് അവൻ എല്ലാവരുടെയും മുമ്പിൽ തലകുനിച്ച് നിന്നത്. എല്ലാവരും പറയുന്നത് കേട്ട് ജോലി പട്ടി വേല ചെയ്യുന്ന പോലെ പണി ചെയ്തത്, പട്ടി നിൽക്കുന്ന പോലെ നിന്നതൊക്കെ ഇതുകൊണ്ടാണ് എന്ന് നമ്മുടെ
നവ്യക്ക് മനസ്സിലാകുന്ന ആ ഒരു സമയം ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെ നവ്യ അവിടെ ഒരു കത്തി എങ്ങാണ്ട് ഇരിപ്പുണ്ടായിരുന്നു. എവിടെ നിന്നോ എങ്ങനെയാണെന്നറിയില്ല, ഒരു കത്തി ഉണ്ടായിരുന്നു. ആ കത്തി കയ്യിൽ ഇങ്ങനെ എടുക്കുകയാണ്. ആ കത്തി കയ്യിലെടുത്ത് ഇങ്ങനെ വയറ്റിൽ അങ്ങാണ്ട് കുത്താൻ വന്നത് പെട്ടെന്ന് കൊച്ചു കരഞ്ഞു കേട്ടോ. കൊച്ചു കരഞ്ഞു, നമ്മുടെ നവ്യയുടെ കുഞ്ഞ് കരഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നവ്യ പെട്ടെന്ന് നവ്യയിൽ ഉണ്ടായിരുന്ന നവ്യയുടെ അമ്മയുണ്ടല്ലോ, ആ അമ്മ അങ്ങോട്ട് ഉണർന്നിട്ട് നവ്യ കയ്യിലിരുന്ന കത്തി അങ്ങോട്ട് ഇട്ടു. കത്തി അങ്ങോട്ട് ഇട്ടിട്ട് പിന്നെ കുഞ്ഞിന്റെ അടുത്തേക്ക് ചെന്നു. കുഞ്ഞിനെ എടുത്തിട്ട് തോളത്തിട്ട് പോട്ടെ മോനെ, പോട്ടെ സാരമില്ല, പോട്ടെ മോനെ എന്നും പറഞ്ഞിങ്ങനെ തോളത്തിട്ടിട്ട് ഉറക്കാനൊക്കെ നോക്കി. കൊച്ചു ഉറങ്ങുന്നില്ല. അപ്പൊ അങ്ങനെ കിടത്തിയിട്ട് കൊച്ചിന്റെ അടുത്ത് ഇങ്ങനെ കിടക്ക. എന്ത് ചെയ്യാനാണ്, ഒരു കുഞ്ഞുണ്ടായിപ്പോയി. ഇനി ഈ ശവത്തിന്റെയൊക്കെ എടുത്തിട്ട് ആ കുഞ്ഞിനെ ഇട്ട് കൊടുത്തിട്ട് എന്തെടുക്കാനാ? കുഞ്ഞിനെ തിന്നാനോ കൊന്നു തിന്നാനോ? അഭിയും ജലജയും കൂടി ചേർന്ന്, അല്ലെങ്കിൽ വേറൊരു അഭി അവിടെ രൂപാന്തരപ്പെടാനോ? അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കാം നമ്മുടെ നവ്യയുടെ മനസ്സിൽ പെട്ടെന്ന് ഇനി മരണത്തിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിനാരും ഇല്ലാതെ പോകും. അപ്പം അത് മനസ്സിലിങ്ങനെ വരികയാണ്. കാരണം ഇപ്പൊ ഒരു കുഞ്ഞ് അവന്റെ കുഞ്ഞായിട്ട് പോലും ആ തള്ള അങ്ങനെ കിടക്കുന്നുണ്ട്, അനാഥയായിട്ട് നടക്കുകയാണ് നമ്മുടെ അനഘ അങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി താനും കൂടെ ഒരു ഇത് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തള്ളയില്ലാതെ വേറൊരു കുഞ്ഞും കൂടെ വളരില്ലേ? അപ്പൊ അതൊക്കെ ഓർത്തിട്ടായിരിക്കാം നമ്മുടെ നവ്യ ഒന്ന് ഒതുങ്ങുന്നുണ്ട് കേട്ടോ. നവ്യ പിന്നെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ്. ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഇന്ന് വളരെയധികം ഡയലോഗ്സ് ഒന്നുമില്ല നമ്മുടെ കഥയ്ക്കകത്ത്. കാരണം കൂടുതലും ടൂണും മ്യൂസിക്കും ഒക്കെ ആണ് കേട്ടോ. നവ്യ കത്തിയെടുക്കുന്നതും നവ്യ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നതും ബാക്കിലേക്ക് ചിന്തിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കുറച്ച് ടൂണുകളും മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെയാണ് കൂടുതൽ ഇട്ടേക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് കുറെ ലെങ്തി ആകാത്തത് നമ്മുടെ വീഡിയോ ഇന്നത്തേത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക, ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്, അഭിക്ക് എന്തായിരിക്കും നമ്മുടെ നവ്യ കൊടുക്കുന്ന ശിക്ഷ. ഏതായാലും മനസ്സിൽ എന്തൊക്കെയോ കരുതി വെച്ചിട്ട് ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന നമ്മുടെ നവ്യ എന്തൊക്കെയോ മനസ്സിൽ കണ്ടുവച്ചിട്ടുണ്ട്. അത് ഇപ്പം നമ്മുടെ ജലജയ്ക്കും അഭിക്കിട്ടുമുള്ള മുട്ടം പണി തന്നെ ആയിരിക്കും. പിന്നെ മറു സൈഡിലാണെങ്കിൽ നമ്മുടെ ഡേവിഡും നാഗേന്ദ്രനും അതുപോലെ അവന്തികയും കൂടെ ചേർന്ന് കളിക്കുന്ന കളി, അതവിടെ ചെന്ന് നിൽക്കുന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്താണ് കേട്ടോ. ഇതിനു മുമ്പായിട്ട് നമ്മളെ ചെമ്പനീർ പൂവും അതുപോലെ തന്നെ നമ്മുടെ മഴതോരു മുമ്പേ ഒക്കെ ഇട്ടിട്ടുണ്ട്. മഴതോരു മുമ്പേ നമ്മുടെ റിയൽ സ്റ്റോറിക്കകത്താണ് ഇട്ടേക്കുന്നത്. ചെമ്പനീർ പൂ നമ്മൾ ഇതിനകത്ത് തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ടോ. അപ്പൊ അടുത്ത വിശേഷവുമായിട്ട് വരാം. അപ്പൊ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് ഒരു ഹൈപ്പും കൂടെ ചെയ്ത് ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.